നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ വീലഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് കല്ല് എന്തായാലും കണ്ടില്ലേ, വീൽ രണ്ട് സ്ഥലത്തും കല്ല് വെച്ചിട്ട് ഇനി ഈ വീൽ കപ്പ് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു ജാക്കി എടുത്ത് ഇതിനകത്ത് വെക്കണം. വണ്ടിയിലൊക്കെ ജാക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വശം വെക്കണത്, അല്ലെങ്കിൽ ജാക്കിൽ നിന്ന് വണ്ടി താഴെ പോവും. ഇപ്പോൾ ജാക്കി ഞാൻ വെറുതെ വെച്ചിട്ടുള്ളൂ, അതിൻ്റെ മുന്നേ ഈ വീൽ ബോൾട്ട് അഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അതിനായിട്ട് ഈ ഒരു ബോക്സാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ വീൽ സ്പാനർ ഉപയോഗിക്കുന്നില്ല, ഇതായിരിക്കും ഇത്തിരി ബെറ്റർ എന്ന് തോന്നുന്നു. ജാക്കി ഞാൻ തൂക്കാനായിട്ട് ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തൂക്കാൻ പറ്റും കേട്ടോ. ഇനി നട്ടെല്ലാം അഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വീലിടാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അഴിച്ച പോലെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടി ജാക്കി തൂക്കിയതായിരുന്നു കേട്ടോ. ഇനി വീലിടുന്ന കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നട്ടൊക്കെ നമുക്ക് ശേഷം ഒന്ന് വെറുതെ ഒന്ന് ടൈറ്റ് വെക്കട്ടെ, ടൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാക്കി അങ്ങനെ വീൽ നെറ്റൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ജാക്കി താഴെ ഇറക്കിയിട്ട് നമ്മൾ വെളിയിൽ തേക്കുക. ഈ ഇതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിലാണ് എനിക്ക് വാങ്ങിച്ചത്. ഞാൻ മീഷോയിലും അതേപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിളാണ്. ഇത് തന്നെ നമുക്ക് ജാക്കി താത്താനും പൊക്കാനും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഡൗണും അപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ താഴ്ത്താൻ പറ്റും കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി ഇറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനി ജാക്കി ടൈറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. എന്തായാലും ബാക്ക് മാറ്റാൻ പറ്റും, സ്റ്റെപ്പിന് മാറ്റാൻ പറ്റും. പറ്റുകയാണെങ്കിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.